പോയ ആളുകളുടെ ചരിത്രം കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ ഒന്നുകൂടി ശക്തിയാർജിക്കുന്നതാണ്. അങ്ങനെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ മഹത്തുക്കളാകുന്ന പ്രവാചകന്മാരെ കുറിച്ചെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ചിന്തിക്കേണ്ടത് വലിയ സത്യമുണ്ട്. മഹാനരാകുന്ന അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ള വലിയ ഷറഫാക്കപ്പെട്ട മാസമാണ് ഈ റജബ് മാസം. നമുക്കറിയാം, ഇസ്ലാമിലെ എത്രയോ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ മൺമറഞ്ഞ മാസമാണ് റജബ്. നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണ് മഹാനരാകുന്ന ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പൊരുത്തമെല്ലാം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മഹാനവറുകളെ കുറിച്ച് ഇന്ത്യക്കാരെന്ന നിലക്ക് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നല്ല, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കൺട്രിയിൽ വാഴുന്ന ജനിച്ചു വളർന്ന നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ചരിത്രമാണ് മഹാനാകുന്ന സുൽത്താൻ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങളെ കുറിച്ച്. അതുകൊണ്ട് വളരെ ചെറിയ വാക്കിൽ മഹാനവറുകളെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനവറുകൾ സെഞ്ചറി എന്ന ഖുറാസാനിലെ ഒരു പ്രദേശത്താണ് അവിടുന്ന് ജന്മം കൊള്ളുന്നത്. ഹിജ്റ 530-ൽ ഖിയാസുദ്ദീൻ എന്ന പിതാവിന് മകനായിക്കൊണ്ടാണ് മഹാനരാകുന്ന ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു തങ്ങൾ ജനിക്കുന്നത്. അങ്ങനെ ജനിച്ച് 15 വയസ്സാകുമ്പോഴേക്കും തന്റെ പിതാവാകുന്ന ഖിയാസുദ്ദീൻ എന്നവർ ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇങ്ങനെ 15 വയസ്സിൽ പിതാവ് വിട പറഞ്ഞപ്പോൾ തന്റെ ജീവിത മാർഗമായിട്ട് ആകെ ഉണ്ടായിരുന്ന പിതാവ് നൽകിയ സമ്പത്തിലുള്ള ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിന്റെ വരുമാനത്തിലൂടെയായിരുന്നു മഹാനവറുകൾ ഇങ്ങനെ വളർന്നു വന്നിരുന്നത്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട് തന്റെ തോട്ടത്തിലേക്ക് കടന്നു വരുന്നു. ആ മനുഷ്യനെ സ്വീകരിച്ചിരുത്തിയിട്ട് തന്റെ തോട്ടത്തിൽ നിന്ന് ഈന്തപ്പഴങ്ങളും മറ്റും കൊടുത്തുകൊണ്ട് സൽക്കരിക്കുകയാണ്. അവസാനം ആ പാവപ്പെട്ട സഹോദരൻ തന്റെ സഞ്ചിയിൽ നിന്ന് ഒരു ഉണക്ക റൊട്ടിയെടുത്ത് ചവച്ചുകൊണ്ട് മഹാനവർ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, കുൽ, ഇത് ഭക്ഷിക്കണം, ഇത് നിങ്ങൾ ഭക്ഷിക്കണം. അങ്ങനെ ഭക്ഷിച്ചത് മുതലാണ് മഹത്തുക്കളാകുന്ന പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അന്ന് മുതൽ അന്ന് മുതലാണ് ദുനിയാവിനോടുള്ള വിരക്തി തോന്നിയത്. അന്ന് മുതൽ വേറൊരു ലോകത്തേക്ക് മഹാനവറുകൾ മാറുകയാണ്. മഹത്തുക്കൾ പറയുകയാണ്, മഹാനവറുകൾക്ക് മരം മാറ്റം വന്നിട്ട് അവിടുന്ന് ഖുറാസാൻ പട്ടണത്തിലേക്ക് ഇൽമു നേടി പുറപ്പെടുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എല്ലാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഇൽമിന് ചെറിയ പവറല്ല ഉള്ളത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞുപോയ കാലങ്ങളിൽ ജീവിച്ച രാജാക്കന്മാരെ കുറിച്ച് ആരും പറയുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുള്ള രാജാക്കന്മാരിലെ ഇമാം നബവി തങ്ങളെ പോലത്തെ പണ്ഡിതന്മാരെ കാലഘട്ടത്തിൽ ജീവിച്ച രാജാക്കന്മാരിലെ നമുക്ക് നമ്മുടെ കാലത്ത് മുൻപ് കഴിഞ്ഞുപോയ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് എത്ര പേർക്കറിയാം? ഇന്ത്യ രാജ്യത്തെ മിസൈൽ മനുഷ്യനായി കൊണ്ടറിയപ്പെട്ടിരുന്ന APJ അബ്ദുൽ കലാമിന്റെ മറവിയ അടങ്ങിയിട്ടുള്ള സ്ഥലം എവിടെയാണെന്ന് എത്ര പേർക്കറിയാം? വളരെ വിരളം പേർക്കല്ലേ അറിയൂ. അതേ സമയത്ത് നമുക്ക് മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാരെ കുറിച്ച് അറിയാത്ത ആളുകൾ വിരളമല്ലേ. അതുകൊണ്ട് ഇൽമിന്റെ പവർ ചെറുതല്ല. മഹാനവറുകൾ ഇൽമു തേടിയിട്ട് പുറപ്പെടുകയാ. അങ്ങനെ 20ഓളം വർഷം മഹാനായ ഉസ്മാൻ ഹാറൂനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സവിധത്തിൽ ശിഷ്യനായി കൊണ്ട് പഠനം തുടരുന്നു. വലിയ ചരിത്രമാണ്, ഇതിലേക്ക് കടക്കാൻ സമയമില്ല. അങ്ങനെ മഹാനവറുകളതാ 20ഓളം വർഷം പൂർത്തിയായപ്പോൾ എന്തായാലും ശിഷ്യനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ, നീ എന്ത് ചെയ്യണം? നീ എന്റെ അടുക്കലുള്ള നുകരാനുള്ള ഇൽമുകളെല്ലാം നുകർന്നിട്ടുണ്ട്, കരകരമാക്കാനുള്ളതെല്ലാം കരകരമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നീ പോകണം. നീ പോയിട്ട് പാവങ്ങൾക്ക് അത്താണിയായിക്കൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ നീക്കുകയാണ്. എന്നിട്ട് കുറച്ച് കല്ലുകൾ എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്. ആ കല്ലുകൾ എടുത്തുകൊണ്ട് വന്നപ്പോൾ മഹാനവറുകൾ തന്റെ ഉസ്താദിന്റെ അരികെത്തിയപ്പോ കല്ലൊക്കെ സ്വർണ്ണായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അജ്മീറിൽ ദിവസവും 100ഓളം ആളുകൾ മഹാനവറുകളുടെ കൂടെ പാവപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കുള്ള ഭക്ഷണ സാമഗ്രികൾ എവിടെ നിന്നാണ് സമാഹരിക്കുന്നത് എന്ന് പോലും അന്നത്തെ ആളുകൾക്ക് അറിയുമായിരുന്നില്ല. കാരണം എന്താണ്? മഹാനവറുകൾക്ക് തന്റെ ഉസ്താദുകൾക്ക് വരമായിരുന്നു
താൻ കല്ലുകളെടുത്ത് കൈ പിടിച്ചാൽ സ്വർണമാക്കി കൊടുക്കുന്ന കഴിവ്, അതൊക്കെ കറാമത്തിലൂടെ മഹാനവർ ഉസ്താദ് കൊടുത്ത ആ വരത്തിലൂടെ കിട്ടിയതാണ്. അങ്ങനെയാണ് തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ പോറ്റിയിരുന്നതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ മഹാനവറുകൾ അവിടെ കഴിഞ്ഞു കൊടുത്തതിടക്കാണ് ഒരിക്കൽ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നുകൊണ്ട് മനാമിൽ ഒന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ സന്ദർശിക്കാൻ വരണം, എന്റെ അടുക്കൽ വരണം. ഇത് കേട്ട മഹാനവറുകൾ പരിശുദ്ധമാക്കപ്പെട്ട ഹറമൈൻ ശരീഫേനി കഅബാലയും പരിശുദ്ധമാക്കപ്പെട്ട റൗദാ ശരീഫിലേക്കും സിയാറത്ത് ചെയ്യണമെന്ന് കരുതിക്കൊണ്ട് പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെട്ട് പരിശുദ്ധ കഅബാലയത്തിലെത്തി മക്കയിലെത്തി കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വിളിയാളം കേൾക്കുകയാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ ചോദിച്ചത് ദുനിയാവല്ല, തന്റെ കാര്യമല്ല, തനിക്ക് മാത്രമുള്ളതല്ല. അപ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് തങ്ങളുടെ ദേശം വരാനുള്ള, തന്റെ അനുജന്മാരായിട്ടുള്ള, തന്റെ സഹപാഠികളായിട്ടുള്ള, തന്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ മുരീദന്മാർക്ക് വേണ്ടിയിട്ടാ, അവരുടെ ശിഷ്യഗണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ ശിഷ്യൻ വരാനുള്ള എന്റെ ശിഷ്യന്മാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്നങ്ങ് പ്രാർത്ഥിച്ചപ്പോ ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന എങ്ങനെയാ പ്രാർത്ഥിച്ചിട്ടുള്ളത്? അതിനുശേഷം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശുദ്ധ മദീനയിലേക്ക് എത്തുമ്പോൾ ആ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ശ്രദ്ധിക്കലോ. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എത്തിയപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്ത വലിയുൽ ഹിന്ദ്, നിങ്ങൾ ഇന്ത്യയുടെ ഭരണാധികാരിയാണ്, ഇന്ത്യയുടെ വലിയാണ്, വലിയ എന്ന് പറഞ്ഞ രക്ഷാധികാരിയാണ്. മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ രാജാവുമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുകൊണ്ട് ആശീർവാദം കൊടുക്കുകയാണ്. മാത്രമല്ല അങ്ങനെ അജ്മീർ എന്ന നാട് മഹാനവറുകൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇവിടെയാണ് നിങ്ങളുടെ വാസസ്ഥലം, ഇവിടെയാണ് നിങ്ങൾ മറമാടുക എന്ന് പറഞ്ഞ് ആശീർവാദം കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പുറപ്പെടുകയാണ് വിശുദ്ധമാക്കപ്പെട്ട അജ്മീറിലേക്ക്. അജ്മീറിലേക്ക് വരുമ്പോ എന്തേ സംഭവം? അജ്മീറിന്റെ രാജാവ് പൃഥ്വിരാജ അയാളുടെ ജ്യോത്സ്യന്മാരൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങള് ഈ നാട്ടിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ വരാനുണ്ട്, ആ മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അന്ത്യം അയാളുടെ കരങ്ങളെ കൊണ്ടായിരിക്കും, നിങ്ങളുടെ ഈ രാഷ്ട്രീയത്തിന്റെ നിങ്ങളുടെ ഈ ഭരണ തകർച്ചയൊക്കെ ആ മനുഷ്യൻ മൂലമായിരിക്കുമെന്ന് അന്നത്തെ ജ്യോത്സ്യന്മാരും വലിയ ആളുകളുമൊക്കെ രാജാവിന് ധരിപ്പിച്ചിരുന്നു. ഇത് മനസ്സിലാക്കിയ രാജാവ് തന്റെ രാജ്യത്തേക്ക് പുറത്തുനിന്നുള്ള ഒരാളെയും കടത്തിവിടാൻ സമ്മതിക്കുമായിരുന്നില്ല. അങ്ങനെ മഹാനവറുകൾ തന്റെ യാത്രയിൽ അജ്മീറിൽ എത്തുകയാണ്. ആ ചരിത്രമൊക്കെ വളരെ സുദീർഘമാണ്, ഞാൻ അതിന്റെ കണക്കുകയല്ല. അങ്ങനെ അജ്മീറിൽ എത്തിയിട്ട് തന്റെ പ്രബോധനവുമായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ കുറെ സംഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം പരിമിതി കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെ അജ്മീറിലേക്ക് എത്തിയപ്പോൾ അവിടെ മുസ്ലിം ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിന്റെ എതിർ കക്ഷികളായ ആളുകൾക്ക് വളരെ പ്രയാസമുണ്ടാകും. അങ്ങനെ ഇവരെ മനസ്സിലേക്ക് വല്ലാത്തൊരു അസൂയുണ്ട്. പക്ഷേ എന്തും ചെയ്തിട്ട് കാര്യമില്ല. വലിയ സിഗറുകൾ ചെയ്തു നോക്കി നടക്കുന്നില്ല, വലിയ മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കി നടക്കുന്നില്ല. അവസാനം ആ ഭരണ തലപ്പത്തിരിക്കുന്ന രാജാവിലേക്ക് ഒരു കേസ് എത്തുകയാണ്. ഒരു മുസ്ലിമിനെതിരെ കാഫർ കൊടുത്ത കേസാണ്. കേസിന്റെ
നീതിയുള്ളത് ഈ മുസ്ലിമിന്റെ അടുത്താണ്. അപ്പൊ ഖാജ പറഞ്ഞു, രാജാവേ, ആ മുസ്ലിമിന് അനുകൂലമായിട്ട് ഇരിക്കണം. കാരണം നീതി ആൾക്കല്ലേ. നീതിക്ക് വിരക്തിയായിക്കൊണ്ട് നീതിയല്ലാത്ത വിധി നിങ്ങൾ വിധിക്കുന്നത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ രാജാവ് കരുകയാണ്. ഇയാളെ പറയാനിപ്പോ ഈ പാവപ്പെട്ട ഒരാള് വന്നാണ്ട്, ഒരു പാവപ്പെട്ട ഒരാളെന്നാണ്ട് നിങ്ങള് നീതി പറയണ്ടോ എന്നുണ്ട് നമ്മളെ പ്രധാനമന്ത്രിയോട് പറയുന്നുണ്ടോ? അപ്പൊ അതേപോലെ ഒരു പാവപ്പെട്ട അന്യ നാട്ടിൽ നിന്ന് വന്ന ഒരാള് രാജാവിനോട് വന്നുകൊണ്ട് നിങ്ങൾ നീതി വിധിക്കണം എന്ന് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, ഇയാൾക്ക് എന്തായി ഭരണകാലത്തിലൊക്കെ, ഇയാളത് പാവപ്പെട്ട ഒരാളല്ലേ എന്ന് പറഞ്ഞപ്പോൾ മഹാരാജാവുന്ന ഹാജർ പറഞ്ഞു, നിങ്ങൾ വല്ലാതെ പറയണ്ട, നിങ്ങളെ സുൽത്താൻ ഓരിക്ക് ഞാൻ ഒരു ബന്ദിയായിട്ട്, ഒരു ബദ്ധസ്ഥനായിട്ട് നിങ്ങളെ കൊടുക്കുമെന്ന് പറയുകയും പ്രിയപ്പെട്ടവരെ, അങ്ങനെ സുൽത്താൻ ഊരി എന്ന മുഗൾ ചക്രവർത്തിമാരിൽപ്പെട്ട ഭരണാധികാരി അജ്മീർ ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെട്ടപ്പോൾ 34,000-ഓളം വരുന്ന പട്ടാളക്കാരുമായിക്കൊണ്ട് അന്ന് പൃഥ്വിരാജ തന്റെ പടയാളികളെയെല്ലാം സജ്ജമാക്കുകയും, പക്ഷേ അംഗപരിമിതരായിട്ടുള്ള വളരെ കുറഞ്ഞ സൈന്യവുമായി കൊണ്ടാണെങ്കിലും സുൽത്താൻ ഊരി അന്ന് മഹാനലവാകുന്ന അജ്മീർ ഖാജിയുടെ നിർദ്ദേശപ്രകാരം ആ പട്ടാളത്തെ എല്ലാം തീർത്തി ഓടിക്കുകയും അവസാനം ഈ പൃഥ്വിരാജയെ അന്ന് ബന്ധസ്ഥനാക്കിയിട്ട് അതാ മഹാരാജാവ് ശിഹാബുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുടെ അരികിലേക്ക് വന്നുകൊണ്ട് ആശീർവാദം വാങ്ങിയിട്ട് അജ്മീർ രാജാവാകുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നോക്കിയിട്ടുണ്ടോ? സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ഗുജറാത്തിനെ കുറിച്ച് നമുക്ക് മറക്കാൻ പറ്റുമോ? ഗുജറാത്ത് കലാം നമ്മുടെ മനസ്സിന് മാറ്റിയിട്ടുണ്ടാവുകയില്ല. എത്ര പ്രിയപ്പെട്ട പാവപ്പെട്ട മുസ്ലിം മക്കളായിരുന്നു, ഗർഭിണികളായിരുന്നു, പ്രിയപ്പെട്ട പാവങ്ങളായിരുന്നു ആ ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടിരുന്നത്. അന്നത്തെ വല്ലാത്ത മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്ര മോദി. ആ നരേന്ദ്ര മോദി ഇന്നതാ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പോലും സാക്ഷാൽ അജ്മീറിൽ എത്തിയിട്ടുണ്ട്. അജ്മീർ ഹാജിയുടെ പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. അജ്മീർ ഹാജിയിലെ ഈ ഉറൂസ് നടക്കുമ്പോൾ പോലും അവിടത്തേക്ക് വേണ്ടുന്ന പട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇന്ത്യൻ രാജാക്കന്മാരായിട്ടുള്ള പ്രധാനമന്ത്രിമാരായിട്ടുള്ള ആളുകളെല്ലാം അവരെ തലപ്പത്തേക്ക് എത്തുമ്പോൾ, അവർ സ്ഥാനാരോഹണം നടത്തപ്പെടുമ്പോൾ അജ്മീരിലേക്ക് വരാനുള്ള കാരണം മഹാരാജാവ് ശിഹാബുദ്ദീൻ ഊരി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് തുടങ്ങി വെച്ചതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ മറന്നു പോകാൻ പാടില്ല. ഓരോ ആളുകളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, ഇന്ത്യ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരവാദങ്ങളും തീവ്രവാദങ്ങളും ഒക്കെ ഇസ്ലാമിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത്, ഒരിക്കലും ഖാജ നമ്മൾ കൈവിടുകയില്ല, ഖാജാത്തുകൾ നമ്മൾ ഒഴിവാക്കുകയില്ല. അതിന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കണേ. നിങ്ങളൊരാൾക്ക് മുന്നിൽ നിസ്സാരവൽക്കരിക്കപ്പെടുകയില്ല. നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ട സമുദായമല്ല, ഒരിക്കലും അടിച്ചമർത്തപ്പെടേണ്ട സമുദായമല്ല. നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഓടിപ്പിക്കപ്പെടേണ്ട അവസ്ഥ വരികയില്ല. ഒരിക്കലും പിറന്ന വീഴ മണ്ണിൽ നിന്ന് നാം പിന്തിരിഞ്ഞോടേണ്ട അവസ്ഥ വരികയില്ല. എന്തുണ്ടായാൽ നമുക്ക് ഈ മാറുന്ന സാധനമുണ്ടെങ്കിൽ ഒരിക്കലും നാം തളരുകയില്ല, ഒരിക്കലും നാം തകരുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയുടെ അജ്മീർ ഉറൂസിന്റെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്, മഹാനവരുടെ സ്മരിക്കലെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ കുറിച്ച് പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കണേ. ഞാൻ ഓർത്തു പോവുകയാണ് പ്രിയപ്പെട്ട